ഗുഡ് മോർണിംഗ് ടു ഓൾ. ഞാൻ ഡോക്ടർ ജയമോഹനൻ, കണ്ണൂർ ജില്ലാ വെറ്ററിനറി കേന്ദ്രത്തിലെ ചീഫ് വെറ്ററിനറി ഓഫീസറായിരുന്നു. ഞാനിപ്പോൾ റിട്ടയർ ചെയ്തു. തളാപ്പിലാണ് താമസിക്കുന്നത്. സ്വന്തമായിട്ടൊരു ക്ലിനിക്ക് പള്ളിക്കുന്നിൽ നടത്തുന്നു. ഒരു കാര്യം ഒന്ന് അലേർട്ട് ചെയ്യാനാണ് ഞാൻ ഈ മെസ്സേജ് ഇടുന്നത്. കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് നമുക്ക് തെരുവ് നായ്ക്കളുടെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. അതിൽ ഭ്രാന്ത് ഇളകിയ റാബിഡ് ആയിട്ടുള്ള ഡോഗ്സ് ഒരുപാട് ആൾക്കാരെ കടിച്ച റിപ്പോർട്ടുണ്ട്. അപ്പോൾ അതിൽ ഞങ്ങൾക്ക് മനസ്സിലായ ഒരു കാര്യം, ഈ റാബിഡായിട്ട് റെയിൽവേ സ്റ്റേഷനിലും ബസ് സ്റ്റാൻഡിലൊക്കെ പലരെയും കടിച്ചിട്ടുള്ള നായ ഒരുപാട് നായ്ക്കളെയും കടിച്ചിട്ടുണ്ട്. അതിന് കൃത്യമായ കണക്ക് ലഭ്യമല്ല. എസ്പെഷ്യലി സ്ട്രീറ്റ് ഡോഗ്സ്. ഇപ്പോൾ റാബിഡ് ഡോഗ് ഇങ്ങനെ പോകുന്ന വഴിക്ക് കിട്ടുന്നതിനൊക്കെ കടിക്കും. അപ്പോൾ ഈ കടി കിട്ടിയ സ്ട്രീറ്റ് ഡോഗ്സ് ഒക്കെ നമ്മളെ നാട്ടിലിപ്പോഴുണ്ട്. അപ്പോൾ അതിന് രോഗലക്ഷണങ്ങൾ കാണിക്കാൻ ഇൻക്യുബേഷൻ പീരീഡ് റാബീസിൻ്റെത് 14 ദിവസം മുതൽ അങ്ങോട്ട്, ചിലപ്പോൾ അതിനേക്കാളും കുറവാവാം, കുറച്ച് കൂടുതലാവാം. ഏകദേശം ഒരു 3 മാസം വരെ 4 മാസം വരെയൊക്കെ സമയമെടുക്കും. ഇതിന് ഇൻക്യുബേഷൻ പീരീഡ് ഭയങ്കര വേരിയിങ് ആണ്. എവിടെയാണോ കടി കിട്ടിയത് ആ കടിയേറ്റ സ്ഥാനത്ത് നിന്ന് വൈറസ് തലച്ചോറിലെത്തിയിട്ട് അവിടെ മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് വൈറസ് സലൈവയിലൂടെ പുറത്തു വരുന്നത്. അപ്പം അത് തലയുടെ അടുത്താണ് കടിയെങ്കിൽ പെട്ടെന്ന് തന്നെ രോഗം കാണിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ മാസങ്ങളോളം എടുക്കാം. നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മളെ അലഞ്ഞു തിരിയുന്ന നായ്ക്കളിൽ ചിലതിനൊക്കെ ഈ നായയുടെ കടി കിട്ടിയിട്ടുണ്ടാവാം, ഭ്രാന്തൻ നായയുടെ. അപ്പോൾ അതിനൊക്കെ ഇനി രോഗലക്ഷണം കാണിക്കാൻ ചിലപ്പം ഈ ആഴ്ചകളിലോ അടുത്ത ആഴ്ചകളിലോ വരും മാസങ്ങളിലോ ആയിരിക്കും രോഗലക്ഷണങ്ങൾ കാണിക്കുക. അതുകൊണ്ട് എല്ലാവരും ഒന്ന് വളരെ ശ്രദ്ധിക്കുക. ഇപ്പോൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ നമുക്ക് പല റിപ്പോർട്ടുകളും തെരുവ് നായ്ക്കൾക്ക് പേ ബാധിച്ചായിട്ട് റിപ്പോർട്ട് വന്നിട്ടുണ്ട്. താങ്ക് യു.